വെൽക്കം ടു ലിറ്റിൽ കിച്ചൻ. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോട്ടി വറുത്തരച്ചതാണ്. കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. കല്യാണ വീട്ടിലൊക്കെ വാഴയില വെച്ചാണ് മൂടിക്കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രത്യേക മണവും രുചിയും കറിക്ക് കിട്ടുന്നതാണ്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന പോട്ടിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ക്ലീൻ ചെയ്ത 2 കിലോ പോട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മളിത് കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ നെയ്യും അഴുക്കൊന്ന് പോവാൻ വേണ്ടി നമുക്കൊന്നും കൂടെ കഴുകിയെടുക്കാം. നെയ്യ് മുഴുവനായിട്ട് പോവാൻ വേണ്ടി ആട്ടപ്പൊടി ചേർത്ത് ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. കഴുകാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആട്ടപ്പൊടിയും ഉപ്പും കൂട്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആട്ടപ്പൊടി നെയ്യിൽ പിടിക്കുന്നതനുസരിച്ച് നെയ്യ് വിട്ടുപോരും. ആട്ടപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചു നേരം വെച്ചിട്ട് വേണം ചൂടുവെള്ളം ഒഴിക്കാൻ. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് നെയ്യും അഴുക്കും വിട്ടുപോരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ 2-3 പ്രാവശ്യം ഈ പ്രോസസ്സ് ചെയ്യുക. ഇനി നമുക്ക് പോട്ടി വേവിക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചാൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. തണുത്ത വെള്ളം ഒഴിച്ചാൽ ഇത് റബ്ബർ പോലെ ആയിപ്പോവും. ഇനി അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വേവാൻ വേണ്ടി കുറച്ച് വിനാഗിരി കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. വിറകടുപ്പിലാണ് നമ്മൾ ഈ കുക്കിംഗ് ചെയ്യുന്നത്. വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. നല്ലോണം തിളക്കുന്നുണ്ട്. വിറകടുപ്പിലായതുകൊണ്ടാണ് ഇത്രയും ചൂടോടും ഇത്രയും ഫാസ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് തേങ്ങയും മസാലകളും വറുത്തരച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോ വെള്ളമൊക്കെ പറ്റി നന്നായി വെന്തിട്ടുണ്ട്. മസാലയൊക്കെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വറുത്തരച്ച മസാല പോട്ടിയിലോട്ട് പിടിക്കാൻ വേണ്ടി ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ എണ്ണയിൽ മൂപ്പിച്ച് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പൊടിപൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതീയിൽ വേവിക്കാൻ വെച്ചിരുന്ന പോട്ടി നമുക്കൊന്ന് തുറന്നു നോക്കാം. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. മസാല ഇട്ട് കഴിയുമ്പോൾ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വറുത്തരച്ച മസാല വെന്ത് കഴിഞ്ഞപ്പോ നല്ല മണമാണ്. മസാല ചേർത്ത പോട്ടി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
ഇനി വാഴയില കൊണ്ട് മൂടി വെക്കാം. വാഴയില വെച്ച് മൂടി കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇപ്പൊ മൂടി വെച്ചിട്ട് കുറച്ചു നേരമായി. ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ നല്ല കിടിലൻ ലുക്കുമായിട്ടുണ്ട്, കിടിലൻ ടേസ്റ്റുമായിട്ടുണ്ട്. നിങ്ങൾ ഈ റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചോറിന്റെ കൂടെയും അപ്പത്തിന്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ പോട്ടിക്കറി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.